അനുഗ്രഹത്തിന്റെ ഉറവിടമായ അതിപരിശുദ്ധനായ ദൈവത്തിന്റെ വിശുദ്ധ നാമവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. തേജോമയനായ ദൈവത്തെ ആരാധിക്കുവാൻ വീണ്ടും ഈ ഭൂമിയിൽ വെച്ച് ദൈവം നമുക്കൊരു സാവകാശം നൽകിയതുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം. നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ പ്രേരണ തോന്നിയ ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം. നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തനെ അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ ദാസനായി അയക്കപ്പെട്ടത് നമ്മെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് ഈ വാക്യം പറയുന്നത്. അപ്പോസ്തലനായ പത്രോസും യോഹന്നാനും സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ഇരുന്ന മുടന്തനായ ഒരുവനെ സൗഖ്യമാക്കിയതിനു ശേഷം അവൻ അവരോടുകൂടെ ദൈവാലയത്തിലേക്ക് ചെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന തുള്ളിയും ചാടിയും സന്തോഷിച്ചുകൊണ്ട് ദൈവാലയത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച നാം കാണുന്നു. അതിനുശേഷം ആ യഹൂദന്മാരോട് പത്രോസ് പ്രസംഗിക്കുന്നതാണ് നാം കാണുന്നത്. അവരെ സഹോദരന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ദൈവം, യഹൂദന്മാർക്ക് വേണ്ടിയാണ് തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ അയച്ചത് എന്ന് പത്രോസ് വളരെ സ്നേഹത്തോടെ യെരുശലേമിൽ യഹൂദന്മാരോട് പ്രസംഗിക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത്. നാം ഈ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ യേശു ആരാണ് എന്നുള്ളത് പത്രോസ് അവരോട് പറയുന്നത് കാണുന്നുണ്ട്. പരിശുദ്ധനും നീതിമാനുമായ അവൻ, അതെ, പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കൊലപാതകനായവനെ വിട്ടുതരണമെന്ന് ചോദിച്ചു, ജീവനായകനെ കൊന്നുകളഞ്ഞു. പത്രോസ് 13-ാം വാക്യത്തിൽ പറഞ്ഞത് ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി എന്നാണ്. അപ്പോൾ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതോടു കൂടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി എന്ന് പറഞ്ഞ പത്രോസ് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധനും നീതിമാനുമായവനെ തള്ളിപ്പറഞ്ഞു, കൊലപാതകനായവനെ വിട്ടുതരണമെന്ന് ചോദിച്ചു. അപ്പോൾ യേശു ക്രിസ്തു പരിശുദ്ധനായിരുന്നു, അവൻ നീതിമാനായിരുന്നു. എന്നാൽ ബറബാസ് അവൻ കൊള്ളക്കാരനായിരുന്നു, കൊലപാതകനായിരുന്നു. ഈ യഹൂദന്മാർ അവരുടെ നീതിമാനായ പരിശുദ്ധനായ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് ഒരു കൊലപാതകനായവനെ സ്വീകരിച്ച വിധം പത്രോസ് പറയുകയാണ്. എന്നിട്ട് പത്രോസ് അവരോട് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ പരിശുദ്ധനെ സ്വീകരിക്കണം എന്ന്. അപ്പോൾ യേശു ക്രിസ്തു ആരാണ് എന്ന് നാം കാണുകയാണ്. അവൻ ദൈവത്തിന്റെ പരിശുദ്ധനാണ്, നീതിമാനായവനാണ്. അതെ, പരിശുദ്ധൻ ഒരുവൻ മാത്രം, അത് ദൈവമാണ്. അപ്പോൾ ദൈവം അയച്ച ദൈവത്തിന്റെ പുത്രൻ ദൈവമാണ്, അവനെ സ്വീകരിക്കണമെന്ന് തന്നെയാണ് പത്രോസ് അവരോട് പറഞ്ഞത്. യേശു ക്രിസ്തു നീതിമാനാണ്, നീതിമാൻ ആരുമില്ല, ഒരുത്തനുമില്ല എന്ന് നാം വായിക്കുന്നു. എന്നാൽ നീതിമാൻ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് യേശു ക്രിസ്തു പറയുകയും ചെയ്തു. അപ്പോൾ യേശു ക്രിസ്തുവിനെ താൻ ദൈവമെന്ന് പത്രോസ് പറയുകയാണ്. വീണ്ടും നാം വായിക്കുന്നു, ജീവനായകൻ, അതെ, പ്രിൻസ് ഓഫ് ലൈഫ്, ജീവനായകൻ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു ജീവന്റെ ദാതാവാണ്, അവൻ ജീവൻ നൽകുന്നവനാണ്. ആ ജീവദാതാവായ യേശു ക്രിസ്തുവിനെയാണ് അവർ കൊന്നുകളഞ്ഞത്, ജീവനായകനെ കൊന്നുകളഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്. എന്നാൽ ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് നാം വീണ്ടും വായിക്കുന്നു. 18-ാം വാക്യം, ദൈവമോ തന്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കുമെന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. അപ്പോൾ യേശു ക്രിസ്തു കഷ്ടം അനുഭവിച്ചത് ദൈവത്തിന്റെ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവൻ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ദൈവം തന്റെ ദാസനെ മഹത്വപ്പെടുത്തി, അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്ന് പത്രോസ് ധൈര്യത്തോടെ പ്രസംഗിച്ചിട്ട് യഹൂദന്മാർ അത് വിശ്വസിക്കുവാനായിട്ട് അവരെ പ്രേരിപ്പിക്കുകയാണ്. എന്നാൽ നമ്മളിപ്പോൾ വായിച്ചു കേട്ട വാക്യത്തിൽ ഈ ദൈവത്തിന്റെ ദാസനായ യേശു ക്രിസ്തു എന്തിനാണ് വന്നത്, അവനെ പിതാവ് എന്തിനാണ് അയച്ചത് എന്ന് നാം വായിക്കുകയായിരുന്നു. അവിടെ വായിച്ചത്, ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തരെ അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. അതെ, യേശു ക്രിസ്തു നമ്മെ നമ്മുടെ അകൃത്യങ്ങളിൽ നിന്ന് തിരിച്ചവനാണ്. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റ്
നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്ന് നിങ്ങളെയും എന്നെയും രക്ഷിക്കുന്ന ക്രിസ്തുവിനെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും അകൃത്യങ്ങളിൽ നിന്ന് നമ്മെ തിരിക്കുന്നവനാണ് യേശു ക്രിസ്തു. അതെന്തിനാണ്? നമ്മെ അനുഗ്രഹിക്കുവാൻ. ഇന്ന് രാവിലെ കാൽവറി ക്രൂശിലെ ക്രിസ്തുവിന്റെ മരണം നിങ്ങളെ ഞാൻ ധ്യാനിക്കുമ്പോൾ നമ്മളെ അനുഗ്രഹിച്ച ദൈവസ്നേഹത്തെ നമുക്ക് ഓർക്കാം. യേശു ക്രിസ്തുവിനെ ക്രൂശിൽ കഷ്ടമനുഭവിക്കുവാൻ അനുവദിച്ചതിലൂടെ, യേശു ക്രിസ്തുവിനെ തകർക്കപ്പെടുവാൻ ദൈവം അനുവദിക്കുന്നതിലൂടെ നിങ്ങളെയും എന്നെയും ദൈവം അനുഗ്രഹിക്കുകയായിരുന്നു. യേശു ക്രിസ്തു കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ടു എങ്കിലും അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിലൂടെ ദൈവം തന്റെ ദാസനെ മഹത്വപ്പെടുത്തുകയായിരുന്നു. എന്റെ ദാസൻ കൃതാർത്ഥനാകും, അവൻ അത്യന്തം ഉയർന്നു പൊങ്ങി ഉന്നതനായിരിക്കും എന്ന് ദൈവം തന്റെ ദാസനെ കുറിച്ച് വെളിപ്പെടുത്തിയതുപോലെ യേശു ക്രിസ്തു നിങ്ങൾക്കും എനിക്കും വേണ്ടി മരണം അനുഭവിച്ചു. അവൻ മരണം ആസ്വദിച്ചു, അവൻ മരണം രുചിച്ചു. എന്നാൽ മരണത്തെ ജയിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. എന്നാൽ ദൈവമോ അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അവന്റെ മുമ്പിൽ മടങ്ങത്തക്കവണ്ണം, യേശു ക്രിസ്തു കർത്താവെന്ന് ഏറ്റുപറയത്തക്കവണ്ണം ദൈവം തന്റെ പുത്രനായ, തന്റെ ദാസനായ, തന്റെ ക്രിസ്തുവിനെ ഏറ്റവും ഉയർത്തി. ഇന്ന് പകലിൽ നമുക്ക് ഈ കർത്താവിനെ ഏറ്റവും ഉയർത്തി പിതാവായ ദൈവത്തിന് മഹത്വം അർപ്പിക്കാം, സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചവനെ ആരാധിക്കാം. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വാക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധനായ പ്രിയ ദൈവമേ, സകലത്തിന്റെയും ഉടമസ്ഥനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ പുത്രനെ ക്രൂശിൽ തകർത്ത് ഞങ്ങൾക്ക് നൽകിയ വിലയേറിയ രക്ഷയ്ക്കായിട്ട് സ്തോത്രം. യേശു ക്രിസ്തു ജീവന്റെ നായകനായിരുന്നു. അവനെ തള്ളിപ്പറഞ്ഞ യഹൂദന്മാരെ പോലെ ഞങ്ങളും യേശു ക്രിസ്തുവിനെ, ദൈവത്തിന്റെ പരിശുദ്ധനും നീതിമാനുമായവനെ തള്ളിപ്പറയുകയും ജീവനായകനെ കൊന്നുകളഞ്ഞവരുമാണ്. എന്നാൽ ആ പാപം ഞങ്ങളുടെ മേൽ കണക്കിടാതെ ക്രിസ്തു മുഖാന്തരം ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവിൽ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. എളിവരാകുന്ന ഞങ്ങൾ സകല സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും സർവ്വലഭനായ പ്രിയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.